നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 10-10 മികച്ച പ്രകടനം നടത്തുമ്പോഴാണ് 10-10 റേറ്റിംഗ് ഒരു താരത്തിന് ലഭിക്കുക. പെർഫെക്റ്റ് പെർഫോമൻസ് ആവണം. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ റേറ്റിംഗ് എടുക്കാറുള്ളത് ഒന്നുകിൽ യൂസ്കോ.com അല്ലെങ്കിൽ sofascore.com ഇങ്ങനെയൊക്കെയുള്ള റേറ്റിംഗ് ഏജൻസികളിൽ നിന്നാണ്. പ്രമുഖ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള sofascore.comൻ്റെ ഡാറ്റാബേസിൽ ഏറ്റവും അധികം 10-10 കിട്ടിയത് ആർക്കാണ്? ആ കാര്യം ഇപ്പോൾ സോഫാസ്കോർ ഫുട്ബോൾ പുറത്തുവിടുന്നുണ്ട്. അത് മറ്റാർക്കുമല്ല, സാക്ഷാൽ ലിയോ മെസ്സിക്കാണ് ഒന്നാമത്. ആ കാര്യത്തിൽ 10-10 മോസ്റ്റ് 10 റേറ്റിംഗ്സ് ഇൻ സോഫാസ്കോർ ഡാറ്റാബേസ്. ഒന്നാമത് ലിയോ മെസ്സി. 10-10 അദ്ദേഹത്തിന് കിട്ടുന്നത് 46 തവണയാണ്. ബാഴ്സലോണക്കും PSG-ക്കും ഇൻ്റർ മയാമിക്കും അർജൻറ്റീനക്കും ഒക്കെയാണ്. അങ്ങനെ വ്യത്യസ്ത മത്സരങ്ങളിലായിട്ടാണ് 46 പെർഫെക്റ്റ് റേറ്റിംഗ്സ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ കാര്യത്തിൽ രണ്ടാമതാരാണെന്നറിയാമോ? അത് നെയ്മർ ജൂനിയറാണ്. FC ബാഴ്സലോണക്കും PSG-ക്കും ബ്രസീലിനും വേണ്ടി 18 മത്സരങ്ങളിൽ അദ്ദേഹം 10-10 വാങ്ങിയിട്ടുണ്ട്. മൂന്നാമത് വരുന്നത് കിലിയൻ എംബാപ്പയാണ്. എംബാപ്പെ PSG-ക്കും റയൽ മാഡ്രിഡിനും ഫ്രാൻസിനും വേണ്ടി 17 തവണയാണ് 10-10 വാങ്ങിയത്. നാലാമത് ബെൽജിയൻ താരമായിട്ടുള്ള മാക്സിമെ ലെസ്റ്റിനെയാണ്. 16 തവണ അദ്ദേഹം 10-10 വാങ്ങിയിട്ടുണ്ട്. അഞ്ചാമത് ഓസ്കറാണ്, ബ്രസീലിയൻ താരം ഓസ്കർ. അദ്ദേഹം ഷാങ്ഹായ് പോർട്ടിൽ കളിക്കുമ്പോൾ 12 തവണ 10-10 വാങ്ങിയിട്ടുണ്ട്. ഇതാണ് കണക്ക്. സോ മെസ്സിയുടെ തൊട്ടരികിൽ ആരുമില്ല. പക്ഷേ മെസ്സി കഴിഞ്ഞാൽ നെയ്മർ ജൂനിയറാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി 10-10 റേറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും അധികം 10-10 റേറ്റിംഗ് ആർക്കാണ്? ഹയസ്റ്റ് നമ്പർ ഓഫ് UCL മാച്ചസ് വിത്ത് എ 10 ഔട്ട് ഓഫ് 10 റേറ്റിംഗ്. അതൊന്നാമത് ലിയോ മെസ്സിയാണ്, 23 തവണ. രണ്ടാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ 6 തവണ. മൂന്നാമത് നെയ്മർ എന്ന് പറയുമ്പോൾ രണ്ടാമത് തന്നെ നെയ്മറും CR7 ഒരുമിച്ച് തന്നെ 6 തവണ വീതം. ദെൻ ടോണി ക്രൂസ്, റോബർട്ട് ലെവൻഡോസ്കി എന്നിവർ 3 തവണ വീതം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.